നിങ്ങളും എന്നെപ്പോലാണോ? ഞാൻ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഉണ്ടല്ലോ, പുതിയ പുതിയ ഡിസൈൻ ഓരോന്നും പരീക്ഷിച്ച് നോക്കലായിരുന്നു എൻ്റെ പണി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ നോസിലിൻ്റെ ഉപയോഗം തന്നെ ഇല്ലാത്ത കുറച്ച് നാളുണ്ടായിരുന്നു. എനിക്കിതുപോലുള്ള ഫ്ലോറൽ ഡിസൈനൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈന് വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു മെനക്കേടുണ്ടല്ലോ, അതിനൊരു വാല്യൂ ചിലപ്പോൾ കസ്റ്റമർ തരാറില്ല. കാര്യം കസ്റ്റമർ നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് എന്തൊക്കെയോ ഫ്ലേവറൊക്കെ ചെയ്തിരിക്കുന്നു, ഇതിനകത്ത് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേക്കിന് എക്സ്ട്രാ റേറ്റ് ചോദിക്കുമ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കേക്കല്ലേ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഓരോ കളറുകളും മിക്സ് ചെയ്തിട്ട് ഓരോരോ പൈപ്പിംഗ് ബാഗിലാക്കി ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നതേ ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഇതൊരു ചെറിയ കാര്യമൊന്നും അല്ല. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹാൻഡ് കേക്ക് അല്ലെങ്കിൽ മിനി കേക്കൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്ന ചില കസ്റ്റമേഴ്സ്. അത് നമ്മളൊരു 1 kg കേക്ക് ചെയ്യുന്ന അതേ മെനക്കേടും അതേ എഫേർട്ടും തന്നെയാണ് നമുക്ക് ആ ഒരു ചെറിയ കേക്കിനും എടുക്കുന്നത്. ഇനി ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്ന നല്ല നല്ല കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് അശ്വതിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.